प्रेम सबके मन में जगाने लेकर आए हैं कृष्ण और पार्टी बॉय। भारत है शहर गांव लूटी फूकी देहात फिरंगिया, सुनी सुनी कुंवर के हृदय में लगाल। നീ ഇതെന്ത് പാട്ടാ ഈ പാടുന്നത് ബൾട്ടി മോനെ? ഇത് ഫോക്ക് സോങ് ആണ് ക്രിഷ്. ബീഹാറിലെ ബാബു വീർകൂർ സിംഗിന് വേണ്ടി പാടുന്ന പാട്ടാണ്. अब छोड़ रे फिरंगिया हमार देसवा, लूट पूट कहली तो हाल। अब छोड़ रे फिरंगिया हमार देसवा। പാട്ടൊക്കെ നന്നായിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ബാബു വീർ കുവർ സിംഗിന്റെ കഥ കേൾപ്പിക്കിപ്പ നീ ആദ്യം. ഓക്കേ ഡിയർ സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. വീർ കുവർ സിംഗിന്റെ ജനനം 1777 ഉജ്ജയിനിലെ പരമാർ രാജ്പുത് വംശത്തിലാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കുടുംബം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബീഹാറിലെ ജഗദീഷ്പൂർ എന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയായിരുന്നു. ഈ സ്ഥലമാണ് ഇന്ന് ഭോജ്പൂർ എന്നറിയപ്പെടുന്നത്. വീർ കുവർ സിംഗ് മുതിർന്നപ്പോൾ അദ്ദേഹം ജഗദീഷ്പൂരിലെ താലൂക്ക്ദാറായി. ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഷാബാദിന്റെ ഷെയർ അഥവാ പുലി എന്ന് വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് 1857 ഇന്ത്യയിലെ ഓരോ നഗരങ്ങളിലും വിപ്ലവത്തിന്റെ അലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ലാഭത്തിന് വേണ്ടി ഒരു തന്ത്രം കൂടിയിറക്കി. ഭൂവുടമകളുടെയും താലൂക്ക്ദാറുകളുടെയും ഭൂമി അവർ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു. 80 വയസ്സുള്ള കുവർ സിംഗും മറ്റ് ഭൂവുടമകളും ഇതറിഞ്ഞ് കോപം കൊണ്ട് ജ്വലിച്ചു. ആ സമയത്ത് കുവർ സിംഗ് ഉറപ്പിച്ചു, വെള്ളക്കാരുടെ അനീതിക്കെതിരെ അദ്ദേഹം ഉറപ്പായും പ്രതികരിക്കുമെന്ന്. നമ്മുടെ കഴിവിന്റെ പരമാവധി വിപ്ലവകാരികളെ നമ്മളോട് ചേർത്ത് നിർത്തണം. കമാൻഡർ ഹരികൃഷ്ണൻ സിംഗ്, പിന്നെ എന്റെ സഹോദരൻ അമർ സിംഗ്, നിങ്ങൾക്കാണ് ഇതിന്റെ ചുമതല. ശരി ചേട്ടാ. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ താനാപൂറിൽ ഇൻചാർജ് ജനറൽ ലോയിഡ് ഭാരതീയരായ സൈനികരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ നീക്കാൻ ആജ്ഞ കൊടുത്തിട്ടുണ്ടത്രേ. വെടിയുണ്ടകൾ ഇല്ല എങ്കിൽ പിന്നെ തോക്കുകൊണ്ട് എന്താണ് പ്രയോജനം? അവർക്ക് ഭയമുണ്ട്. വെള്ളക്കാരുടെ സേനയിലുള്ള ബാക്കി ഭാരതീയർ കൂടെ അവർക്കെതിരെ തിരിഞ്ഞ് യുദ്ധം ചെയ്യുമെന്ന്. അവരുടെ ഈ ആജ്ഞയ്ക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭാരതീയ സൈനികർ ഇവിടുത്തെ ജില്ലാ ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതുതന്നെയാണ് ഏറ്റവും നല്ല അവസരം. ഈ സൈനികർ അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ദാലാപൂരിൽ വെച്ച് നമുക്ക് ചെന്ന് കാണാം. എന്നിട്ട് അവരെയെല്ലാം നമ്മുടെ സേനയിലേക്ക് ചേർക്കണം. അതിനു വേണ്ടതായ കാര്യങ്ങളെല്ലാം വേഗം ചെയ്യൂ. ബാബു വീർകൂർ സിംഗ് കമ്പനിക്കെതിരായി തിരിയുന്ന കാര്യം പാട്നയിലെ ബ്രിട്ടീഷ് കമ്മീഷണർ വില്യം ടൈലർ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഭയന്നുപോയി. കുവർ സിംഗിന് പാട്നയിലേക്ക് വരാൻ അപേക്ഷിച്ച് കത്തയച്ചു. വില്യം സാഹിബിനോട് എന്റെ നന്ദി അറിയിക്കണം. പക്ഷെ ഞാനിപ്പോ വയസ്സനായി പോയി. എന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോ വളരെ മോശമാണ്. ഈയിടെയായി കിടക്കയിൽ നിന്ന് പോലും എണീക്കാറില്ല. എന്നോട് ക്ഷമിക്കണം, എനിക്ക് പാറ്റ്നയിലേക്ക് വരാൻ സാധിക്കില്ല. എന്നാൽ ബാബു വീർകുമാർ സിംഗ് ആ ക്ഷണത്തെ ബുദ്ധിപൂർവ്വം നിരസിച്ചു. അതിനുശേഷം മുൻ തീരുമാനപ്രകാരം നാനാപൂരിലേക്ക് പോയി. അവിടെ ആയിരക്കണക്കിന് ശിപായികൾക്ക് ഇംഗ്ലീഷുകാരെ എതിർക്കാനുള്ള ആവേശം പകർന്നു കൊടുത്തു. വെള്ളക്കാർ നടത്തുന്ന അനീതിയും കൊള്ളയും എല്ലാം നമ്മൾ തടയണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരും ഓർത്തിരിക്കുക, നമുക്കൊരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കമ്പനി ഭരണം ഇവിടെ അവസാനിപ്പിക്കൽ. ആരായിലെ തലവറയിൽ പാർപ്പിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ വിടുവിപ്പിക്കണം. ഈ ഇംഗ്ലീഷ് സർക്കാരിന്റെ നിലവറകൾ ആക്രമിച്ച് നമ്മളാൽ കഴിയുന്നത്രയും തോക്കുകളും മറ്റായുധങ്ങളും ശേഖരിക്കേണ്ടതാണ്. ഈ പോരാട്ടം നമ്മൾ നമ്മുടെ അവസാന ശ്വാസം വരെയും തുടരും. বাবু বীর কুমার সিং এই সৈন্যদের সাথে মিলে সবার আগে আরআর জেলে আক্রমণ করেন আর সেখানে বন্দী থাকা স্বাধীনতা সংগ্রামীদের
ക്യാപ്റ്റൻ ധൻവാറിനെ അങ്ങോട്ടേക്ക് അയച്ചു. പക്ഷേ പാതി വഴിയിൽ വെച്ച് ധൻവാറിനെയും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരെയും കുവർ സിംഗും അദ്ദേഹത്തിന്റെ സൈന്യവും ചേർന്ന് അപ്രതീക്ഷിതമായി ആക്രമിച്ചു. ബാബു വീർ കുവർ സിംഗും ഈ ശിപായിയുടെ കൂടെ ചേർന്ന് ആദ്യം ആ രാജ്യയിൽ ആക്രമിച്ചു. എന്നിട്ട് അവിടെ തടവിലായിരുന്ന വിപ്ലവകാരികളെ മോചിപ്പിച്ചു. അതിനുശേഷം ധാന്യശേഖരവും ആയുധശേഖരവും പിടിച്ചെടുത്തു. അതിനുശേഷം അവരെ കീഴ്പ്പെടുത്തി രൺബാറിനെ വധിച്ചു. ആറാ ഇപ്പോൾ നമ്മുടെ അധീനതയിലാണ്. ഇനി നമ്മുടെ അടുത്ത ചുവടുവയ്പ് ബീബിഗഞ്ചിലേക്കാണ്. ക്യാപ്റ്റൻ ധൻബാറിനെ കൊന്നതിന് ശേഷം ബീബിഗഞ്ചിലെ ബ്രിട്ടീഷുകാരെ കുൻവർ സിംഗ് തോൽപ്പിച്ചോടിച്ചു. എന്നിട്ട് അവരെ തന്റെ അധീനതയിലാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ജഗദീഷ്പൂരിലേക്ക് പോയി. പക്ഷെ അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് തന്നെ വിവരം കിട്ടി. അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി കമ്പനി സർക്കാർ ജഗദീഷ്പൂറും അദ്ദേഹത്തിന്റെ വീടും അടച്ചുപൂട്ടിയിരിക്കുകയാണെന്ന്, അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞു എന്ന് ഇതറിഞ്ഞ കുവർ സിംഗ് ദുഃഖിതനായി. പക്ഷേ അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു. ഞാൻ എന്റെ മാതൃഭൂമിയുടെ മണ്ണ് തൊട്ട് സത്യം ചെയ്യുന്നു, ഞാൻ ജഗദീഷ്പൂരിനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കും. അങ്ങനെയാണ് ബാബു വീർ കുവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അദ്ദേഹം തന്റെ സൈനികരോടൊപ്പം ഗോളിയർ, ബാന്ത, കൽപ്പി പോലെയുള്ള നഗരങ്ങളിൽ വിപ്ലവകാരികളോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി പോരടിച്ചുകൊണ്ടിരുന്നു. ലക്നൌവിൽ നാനാ സാഹിബ് പേഷയോടൊപ്പം ചേർന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. പതിയെ പതിയെ ആസംഗേഡും അദ്ദേഹം പിടിച്ചെടുത്തു. കമ്പനി സർക്കാർ ആകെ പരിഭ്രാന്തരായി. അത് കഴിഞ്ഞ് കമാൻഡർ നെഗാഡ് കുവർ സിംഗിനെ പിടിക്കുന്നവർക്ക് വലിയൊരു പ്രതിഫലം വാഗ്ദാനം ചെയ്തു. എത്രയായിരുന്നു? 25,000 രൂപ. 25,000 രൂപയോ? അതും 1857-ൽ. അപ്പോ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ അത് എത്രയുണ്ടാവും? ഞാൻ പറയട്ടെ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 100 വർഷം 200 പണപ്പെരുപ്പം ഇൻറ്റു 1.5 2.2 38 56 കോടിക്കണക്കിന് രൂപയുണ്ടാവും. അത്രയും പൈസയോ? ഇത് എല്ലാവരെയും അറിയിക്കൂ. കുവർ സിംഗിനെ പിടിക്കുവാൻ സഹായിക്കുന്നവരാരായാലും ശരി, അവർക്ക് കമ്പനി സർക്കാർ 25,000 രൂപ കൊടുക്കുവാൻ തയ്യാറാണ്. വേഗം ആസംഘട്ടിലേക്ക് പോകുവാൻ തയ്യാറാവുക. We must catch this old man, കുവർ സിംഗ്. എന്നാൽ കമാൻഡർ ലഗാരിക്ക് ഒരു കാര്യം അറിയില്ല. എന്ന് വെച്ചാൽ ബുദ്ധിശാലിയായ ബാബു കുവർ സിംഗും ഇവരെക്കാളും 2 അടി മുന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ബ്രിട്ടീഷ് പട്ടാളം ആസംഗഡിലെത്തും. അതിനു മുൻപ് തന്നെ നമ്മൾ അവിടെ നിന്നും മാറേണ്ടതാണ്. ഹരികൃഷ്ണൻ സിംഗ്, നിങ്ങൾ സൈനികരെ തയ്യാറാക്കൂ. നമ്മൾ ഗാസിപൂരിലൂടെ പോയി ഗംഗാ നദി കടന്ന് ജഗദീഷ്പൂരിലേക്ക് പോകും. നമ്മൾ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്നും പുറപ്പെടും. എന്നിട്ട് എന്റെ സുഹൃത്തിന്റെ ഗ്രാമം മണിയാറിൽ തങ്ങും. പിന്നീട് അന്ന് രാത്രി ഊസ്മാർഗിൽ നിന്ന് പുറപ്പെട്ട് ബാബു വീർ കുവർ സിംഗും മണിയാറിലുള്ള തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. ഇപ്പോൾ നിങ്ങൾ ഗംഗാനദി കടക്കുന്നത് തികച്ചും അപകടകരമാണ്. മാത്രമല്ല 25,000 രൂപ കിട്ടാൻ വേണ്ടി ആർക്കു വേണമെങ്കിലും ബ്രിട്ടീഷുകാർക്ക് നിങ്ങളെ ഒറ്റുകൊടുക്കാം. നിങ്ങൾ എനിക്കൊരു സഹായം കൂടി ചെയ്യണം. പറയൂ സുഹൃത്തെ. ബാബു വീർ കുവർ സിംഗും തന്റെ ഫ്രണ്ടിനോട് ചേർന്ന് ഒരു തന്ത്രം മെനഞ്ഞെടുത്തു. പിന്നീട് ഒരു ഗ്രാമീണനെ ക്യാപ്റ്റൻ ലഗാരിയുടെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. കുവർ സിംഗ് ആനകളുടെ പുറത്തു കയറി ഗംഗാനദി കടക്കുമെന്ന്. Why not boats? വഞ്ചി എന്താണ് ഉപയോഗിക്കാത്തത്? വഞ്ചികളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ആനപ്പുറത്ത് കയറിയാണ് പോകുന്നത്. അങ്ങനെ എനിക്ക് ആ സമ്മാനം. നിന്റെ സമ്മാനം നിനക്ക് കിട്ടിയിരിക്കും. പക്ഷേ ഞങ്ങൾ ആദ്യം കുവർ സിംഗിനെ പിടിക്കട്ടെ. അവർക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഗംഗാ നദിയിൽ ആനകൾ കടക്കുന്ന സ്ഥലത്ത് ആദ്യമേ തന്നെ ബ്രിട്ടീഷ് സർക്കാർ കുവർ സിംഗിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. Soldiers, get ready. എന്നാൽ ആന അടുത്തു വന്നപ്പോൾ അതിന്റെ പുറത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. കുവർ സിംഗ് നമ്മളെ വിഡ്ഢികളാക്കി. He is going by boats. വരൂ, വേഗം ശിവപൂർ ഘട്ടിലേക്ക് പോകാം. ക്യാപ്റ്റൻ ലഗാഡ് തന്റെ പടയാളികളെയും കൂട്ടി ശിവപൂർ ഘട്ട് പോയപ്പോൾ അവിടെ ബാബു വീർ കുവർ സിംഗും തന്റെ വിശ്വസ്തരായ പടയാളികളെയും കൂട്ടി ഗംഗാ നദി പകുതി കടന്നിരുന്നു. ക്യാപ്റ്റൻ ലഗാഡ് അവർക്ക് നേരെ നിറയൊഴിച്ചു. Fire them.
കമ്പനി ഓഫീസർ ആരാപൂരിലെ ഗോരഖ് സിംഗിന്റെ ഈ ആക്രമണത്തെ പറ്റി അറിഞ്ഞ ഉടനെ അയാൾ 450 ബ്രിട്ടീഷ് പടയാളികളോടൊപ്പം ക്യാപ്റ്റൻ തൻവറിനെയും അയച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ക്യാപ്റ്റൻ തൻവറിന്റെയും അയാളുടെ പടയാളികളുടെയും മുകളിൽ കുവർ സിംഗും അയാളുടെ പടയാളികളും അപ്രതീക്ഷിതമായി ആക്രമിച്ച് അവരെ തോൽപ്പിച്ചു. ആ കൂട്ടത്തിൽ ക്യാപ്റ്റൻ തൻവറും കൊല്ലപ്പെട്ടു. പിന്നീട് കമാൻഡർ ലഗാണിനെ പറ്റിച്ച് ജഗദേഷ്പൂരിലേക്ക് പോയി. അദ്ദേഹം തന്റെ പ്രതിജ്ഞ നിറവേറ്റി. ജഗദീഷ്പൂരിൽ കമ്പനിയുടെ പതാക അദ്ദേഹം താഴ്ത്തി. ഇതായിരുന്നു ആ 80 വയസ്സുണ്ടായിരുന്ന ബാബു കുവർ സിംഗ്. പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി. ഏപ്രിൽ 26, 1858 അദ്ദേഹം സ്വന്തം കൊട്ടാരത്തിൽ വച്ച് ജീവൻ വെടിഞ്ഞു. ശരിക്കും സ്വന്തം മാതൃഭൂമിയുടെ അഭിമാനം കാക്കുന്നത് എങ്ങനെയാണെന്ന് വീര കുവർ സിംഗിനെ കണ്ട് തന്നെ പഠിക്കണം. 1966 ഭാരത സർക്കാർ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. പിന്നെ 2017 ആര്യയെയും ചപ്രയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പേര് വീർ കുവർ സിംഗ് സേതു എന്നിട്ടു. വരൂ, എല്ലാവർക്കും ഒന്നിച്ചു പാടാം. अब छोड़ रे फिरंगिया हमारे देसवा लूट पूट कहली तूहान अब छोड़ रे फिरंगिया हमारे देसवा लूट पूट कहली तो हान. അഭിമാനത്തോടെ പറയൂ, भारत है हम. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് മൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.